അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്കയും തക്കാളിയും വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത 2 തക്കാളി വേണം. പിന്നെ ഞാനൊരു 1/4 കിലോ അളവിൽ വെണ്ടയ്ക്കയും കൂടി എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ തക്കാളി. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങുന്നതായതുകൊണ്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടതിന് ശേഷമാണ് വെണ്ടയ്ക്ക ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഈ വെണ്ടയ്ക്ക കഴുകി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഞെട്ട് കളയാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഒരു സവോള നീളത്തിൽ അരിഞ്ഞെടുത്തു. നമ്മുടെ 2 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുത്തു. ചെറിയുള്ളി വേണം, കറിവേപ്പില വേണം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. കടുക് പൊട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ചെറിയുള്ളി ഇട്ട് വഴറ്റി അതിലേക്ക് സവോള ഇട്ട് പൊടികളിട്ട് മൂപ്പിച്ചതിന് ശേഷം പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു. വെണ്ടയ്ക്ക ഒന്ന് മുരിഞ്ഞ് വന്ന ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുത്തത്. അതിന് ശേഷം ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല അടിപൊളി തോരനാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങളുടെ ചാനലിലുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.